നമസ്കാരം. നഗരത്തിലെ ഈ ആഡംബര ഹോട്ടലുകളും നിശാ പാർട്ടികളും കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന വമ്പൻ സ്രാവ് തൃക്കാക്കര സ്വദേശി കെവിൻ ബി മാത്യു പിടിയിലായതോടെ പുറത്തുവരുന്നത് കൊച്ചി ലഹരി മാഫിയയുടെ ഞെട്ടിക്കുന്ന അധോലോക വിവരങ്ങൾ. സിനിമാ മോഹവുമായി നഗരത്തിലെത്തുന്ന പെൺകുട്ടികളെ വലയിലാക്കി ഉപയോഗിച്ചിരുന്ന ഇയാൾ അടുത്തിടെ പിടിയിലായ ഷാജി ഫെർണാണ്ടോയുടെ ഉൾപ്പെടെ ഗുരുവാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. കൊച്ചിയിലെ ലഹരി വിതരണ ശൃംഖലയുടെ തലവനായി പ്രവർത്തിച്ചിരുന്ന കെവിൻ ആഡംബര ഹോട്ടലുകളിൽ DJ പാർട്ടികൾക്ക് ലഹരി എത്തിച്ചിരുന്ന പ്രധാന ഉറവിടമായിരുന്നു. കഴിഞ്ഞ മാസം കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ദന്ത ഡോക്ടറും അഭിഭാഷകനും അടങ്ങുന്ന സംഘം പിടിയിലായ കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചതാണ് കെവിനിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിച്ചത്. ഈ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകിയ തിരുവനന്തപുരം സ്വദേശി ഷാജി ഫെർണാണ്ടോ എന്ന ഷോണിന് ലഹരി കൈമാറിയിരുന്നത് കെവിനായിരുന്നു. സിനിമകളിൽ അവസരം വാഗ്ദാനം ചെയ്തും മോഡലിംഗ് രംഗത്തെ പ്രശസ്തി വാഗ്ദാനം ചെയ്തുമാണ് കെവിൻ പെൺകുട്ടികളെ ഒപ്പം കൂട്ടിയിരുന്നത്. ആദ്യഘട്ടത്തിൽ ലഹരിക്ക് അടിമകളാക്കുന്ന ഇവരെ പിന്നീട് ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ലഹരിക്കടത്തിനായിട്ടുള്ള ക്യാരിയർമാരായി മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ പെൺകുട്ടികൾ കെവിൻ്റെ വലയിലായതായി നാർക്കോട്ടിക്സിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. തൃക്കാക്കര വാഴക്കാല ഭാഗത്ത് വെച്ച് സിറ്റി ഡാൻസ് ഓഫ് സംഘം കെവിനെ പിടികൂടുമ്പോൾ ഇയാളുടെ കൈവശം വൻതോതിൽ മാരക ലഹരി മരുന്നുകൾ ഉണ്ടായിരുന്നു. 183.55 ഗ്രാം MDMA, 93.51 ഗ്രാം എക്സ്റ്റൻസി ഗുളികൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരും. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ സമാഹരിച്ച 1 ലക്ഷം രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി ആഡംബര വാഹനങ്ങളുടെ മറവിലാണ് കെവിൻ ലഹരിക്കടത്ത് നടത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഇയാളുടെ അക്കൗണ്ടിലൂടെ 25 ലക്ഷം രൂപയുടെ ലഹരി ഇടപാടുകൾ നടന്നതായി കണ്ടെത്തി. തായ്ലൻഡ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കെവിൻ ഇടയ്ക്കിടെ യാത്ര നടത്തിയിരുന്നതായും ഇത് അന്താരാഷ്ട്ര ലഹരി മാഫിയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമാണെന്നും പോലീസ് സംശയിക്കുന്നു. വിദേശത്ത് നിന്ന് കൊച്ചിയിലെത്തിക്കുന്ന ലഹരി ഏജന്റുകൾ വഴി വിതരണം ചെയ്യുകയായിരുന്നു രീതി. ലഹരി വിതരണത്തിനായി യുവതികളും പെൺകുട്ടികളും അടങ്ങുന്ന പ്രത്യേക ഏജന്റ് സംഘം തന്നെ കെവിൻ ഉണ്ടായിരുന്നു. 1 വർഷം മുൻപ് സമാനമായ കേസിൽ ഇയാൾ പിടിയിലായിരുന്നു. അന്ന് ഇയാളോടൊപ്പം 3 യുവതികൾ ഉണ്ടായിരുന്നുവെന്നത് ഇയാൾക്ക് പെൺകുട്ടികളുമായിട്ടുള്ള ലഹരി ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. പിടിക്കപ്പെടുമ്പോഴെല്ലാം ക്യാരിയർമാരായ പെൺകുട്ടികളെ മുന്നിൽ നിർത്തി രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ തന്ത്രം. കൊച്ചിയിലെ നൈറ്റ് പാർട്ടികളിലെയും ആഫ്റ്റർ പാർട്ടികളിലെയും അനിഷേധ്യ ഘടകമായിരുന്നു കെവിൻ. കടവന്ത്രയിലെ ആഡംബര ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിയിൽ പിടിയിലായ 8 പേർക്കും ലഹരി എത്തിച്ചത് ഇയാളാണെന്ന് വ്യക്തമായതോടെ കൊച്ചിയിലെ ഹൈ പ്രൊഫൈൽ ലഹരി ഉപഭോക്താക്കളുടെ പട്ടികയും പോലീസിന്റെ പക്കലെത്തിയിട്ടുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും സിനിമാ പ്രവർത്തകരും ഇയാളുടെ സ്ഥിരം ആവശ്യക്കാരായിരുന്നു. തൃക്കാക്കര ചെമ്പുമുക്ക് KK റോഡിലെ റോസ്ലാൻഡ് വീട്ടിലെ താമസക്കാരനായ കെവിൻ സമൂഹത്തിൽ മാന്യമായ മുഖം നിലനിർത്തിക്കൊണ്ടാണ് അധോലോക ഇടപാടുകൾ നടത്തിയിരുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ കുടുങ്ങിയത്. ലഹരി വിൽപ്പനയിലൂടെ ഇയാൾ സമ്പാദിച്ച സ്വത്തുക്കളെക്കുറിച്ച് ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയേക്കും. പ്രതിയുടെ കൂട്ടാളികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കെവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ സിനിമാ മോഡലിംഗ് രംഗത്തെ കൂടുതൽ പ്രമുഖരുടെ പങ്കാളിത്തം പുറത്തുവരുമെന്നാണ് സൂചന. ലഹരിക്കടത്തിന് ഉപയോഗിച്ച ആഡംബര വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൊച്ചിയിലെ ലഹരി വിപണിയെ തകർക്കാൻ കെവിന്റെ അറസ്റ്റ് വലിയ സഹായകമാകുമെന്നും ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു. വരും ദിവസങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം.